സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ലോവർ ബാക്ക് ഹിപ്പ് ഏരിയാസിൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി ലോവർ ബാക്ക് ഹിപ്പ് ഏകദേശം ഒരേ പ്രശ്നങ്ങൾ കാരണം തന്നെ ആയിരിക്കും രണ്ടിനും പെയിൻ വരാൻ ചാൻസ് ഉള്ളത്. ലോവർ ബാക്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതലും മസിൽ പെയിൻ പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോവർ ബാക്ക് ഏരിയയിൽ നമ്മുടെ ബാക്ക് സൈഡിൽ ലെംബാർ എക്സ്റ്റൻസർ എന്ന് പറഞ്ഞ മസിലിൽ, അല്ലെങ്കിൽ അതിൻ്റെ താഴെ സേക്രോഇലിയക് ജോയിൻ്റ് എന്ന് പറയുന്ന ജോയിൻറ്റിലോ അവിടുത്തെ ലിഗമെൻസിലോ ആയിരിക്കും കൂടുതലും പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത്. ഫസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും പ്രശ്നം വരുന്നത്. അപ്പോൾ അത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ മസിൽ ഇംബാലൻസ് തന്നെ ആയിരിക്കും കാരണം. വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മളിപ്പം വലിയ വീഴ്ചയോ അങ്ങനെ എന്തെങ്കിലും കാരണം എന്തെങ്കിലും ഒരു സ്ട്രെയിൻ ഉണ്ടായതോ, അല്ലെങ്കിൽ ഇതേണക്ക് നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ലോങ് ട്രാവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായ എന്തെങ്കിലും സ്ട്രെയിൻ കാരണമായിരിക്കാം. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ സ്ട്രെയിനൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മസിൽ ഇംബാലൻസ് ഒന്നും അല്ലാത്തൊരു സ്ട്രെയിൻ ആണെങ്കിൽ അതൊരു കുറച്ച് ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അങ്ങ് മാറിക്കോളും. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം അതല്ല നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പെയിനാണെങ്കിൽ അത് ശരിക്കും നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ളൊരു പ്രശ്നം തന്നെ ആയിരിക്കും. അപ്പോൾ അത് ആദ്യം നമ്മൾ വേറെ എന്തെങ്കിലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതണക്ക് ഇപ്പം കിഡ്നി സ്റ്റോണോ വേറെ എന്തെങ്കിലും ഇൻറ്റേർണൽ ഓർഗൻസ് കണക്റ്റഡ് ആയിട്ടുള്ള പെയിനാണോ അല്ലേന്ന് അതിനെ നമ്മളൊരു അസസ് ചെയ്തിട്ട് അതല്ല എന്തെങ്കിലും നമ്മുടെ മെക്കാനിക്കൽ ഇഷ്യൂ ആണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമ്മളതിൻ്റെ അസസ്മെൻറ്റിലേക്ക് കടക്കും. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലും കണ്ടെത്തുന്നത് മസിൽ ഇംബാലൻസ് ആയിട്ട് ഇതണക്ക് ഈ ജോയിൻസിലും, ഇപ്പോൾ സേക്രോയിലിക് ജോയിൻറ്റിലും ലെംബാർ എക്സ്റ്റൻസർ മസിലിലോ നമ്മുടെ കുറച്ചുകൂടെ താഴെ ഈ ബട്ടക്സിൻ്റെ ഏരിയയിലോട്ടോ ഒക്കെ വരുന്ന പെയിനാണ് കൂടുതലും ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് കൂടുതലും ഇതണക്ക് ഒന്ന് ഈ പോസ്ചർ പ്രശ്നം തന്നെ ആയിരിക്കും ഒരു കാരണം. ആ പോസ്ചറിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇരിക്കുന്നവരല്ല, അല്ലാതെ ഇനാക്റ്റീവായിട്ടുള്ള ആളാണെങ്കിൽ പോലും നമ്മുടെ ഈ കോർ മസിൽ എന്ന് പറയുന്നത്, അതായത് കോർ മസിൽസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ആപ്സിൻ്റെ ചുറ്റിനുമായിരിക്കും. അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിൽ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ് എന്ന് പറഞ്ഞ മസിൽസ് ഉണ്ടാവും, സൈഡിൽ നമ്മുടെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഒബ്ലീസ് എന്ന് പറഞ്ഞ മസിൽ ഉണ്ടാവും, ബാക്കിൽ മൾട്ടിഫിഡ എന്ന് പറഞ്ഞ മസിൽസ്, മേളിൽ ഡയഫ്രം എന്ന് പറഞ്ഞൊരു മസിലുണ്ട്. നമ്മുടെ റിപ്സിൻ്റെ ബോട്ടം ആയിട്ട് ഡോം പോലെ ഡയഫ്രം ഉണ്ടാവും. പിന്നെ താഴെ നമ്മുടെ പെൽവിസിൻ്റെ, അതായത് അടിയിലായിട്ട് പെൽവിക് ഫ്ലോർ മസിൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം കൂടെ അങ്ങനെ നമ്മുടെ ബോഡി, ലോവർ ബോഡിയിൽ നിന്ന് അപ്പർ ബോഡീനെ നമുക്കൊരു ഒരു വെയിറ്റ് ട്രാൻസ്ഫറും എല്ലാം സ്മൂത്താക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു അപ്പർ ബോഡിയുടെ വെയിറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൂടുതൽ വെയിറ്റ് സ്പൈനിലേക്ക് പോയിട്ട് നമ്മുടെ ഗ്രാജുവലി ഇത് അവസാനം ഒരു സ്പൈനിൻ്റെ ഡിസ്ക് ബൾജൊക്കെ ഗ്രാജുവലി ഉണ്ടാക്കും. അങ്ങനെയാണ് ഗ്രാജുവലി ഉണ്ടാകുന്ന ഡിസ്ക് ബൾജ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ്, അല്ലാതെ എന്തെങ്കിലും ആക്സിഡൻറ്റ് വഴിയോ വീണിട്ട് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് വരുന്ന ഇഞ്ചുറി അല്ല, അല്ലാതെ ഗ്രാജുവലായിട്ട് ഉണ്ടാകുന്ന ഇഞ്ചുറി എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് കണക്കൊരു പെയിൻ വരും. ആ പെയിൻ നമ്മൾ ഫസ്റ്റിലെ നമ്മൾ ആദ്യമേ പെയിൻ വരുമ്പോൾ നമ്മളതിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം കാണത്തുള്ളൂ. ഇപ്പോൾ ഒരു കോർ മസിൽ, ഇപ്പോൾ നമ്മൾ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസോ അല്ലെങ്കിൽ ഒരു മൾട്ടിഫീഡ് എന്ന് പറഞ്ഞ ബാക്കിലെ മസിലോ വീക്ക്നെസ്സേ കാണത്തുള്ളൂ. അത് കറക്റ്റ് ചെയ്താൽ അത് ശരിയാവും. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഇപ്പം ആ മസിൽസ് വർക്ക് ചെയ്യാത്ത കാരണം വേറെ മസിലുകൾ ഇതിന് പകരം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം വേറെയും മസിൽസുകൾ ഓവർ വർക്കായി ടൈറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പം വേറെ നമ്മുടെ ക്വാഡ്രാറ്റസ് ലംബോർ എന്ന് പറഞ്ഞ സ്പൈനിൻ്റെ സൈഡിലത്തെ മസിൽ ചിലപ്പോൾ ടൈറ്റ് ആവും. അത് കാരണം എന്തിന് നമ്മളെ നെക്കിൻ്റെ മസിൽസ് വരെ ടൈറ്റ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെക്കിൻ്റെ മസിൽസ് വരെ. കാരണം നമ്മുടെ ബോഡി ഒരു ഹോൾ യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മുടെ താഴെ നിന്ന് തുടങ്ങുന്നത് നമ്മുടെ ടോസ് മസിൽ മുതൽ ഈ മേളിൽ നമ്മുടെ നെക്കിൻ്റെ മസിൽസ് വരെ ഒരു കറക്റ്റ് ഒരു ചെയിനായിട്ട് സിങ്കർണൈസായിട്ട് ആക്ടിവേറ്റ് ആയാലേ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കയറുക അല്ലെങ്കിൽ കയറ്റം കയറുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഈ ചെയിനിൽ എവിടെ വേണമെങ്കിലും, ഇപ്പോൾ ഒരു കോർ മസിലോ അല്ലെങ്കിൽ ഹിപ്പ് മസിലോ ഒക്കെ വീക്കാണെങ്കിൽ, ഹിപ്പിലുള്ള ഏതെങ്കിലും മസിലൊക്കെ വീക്കാണെങ്കിൽ നമ്മുടെ വേറെയുള്ള മസിലുകൾ ആ ആക്ടിവിറ്റി അതിന് വേണ്ടിയിട്ട് പകരമായിട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചിലപ്പം നമ്മുടെ
എന്താണെന്ന് ചിലപ്പോൾ ഓരോരുത്തരെയും ഡെയിലി ആക്ടിവിറ്റീസ് ഡിപ്പെൻഡ്സ് ചെയ്ത് ചിലപ്പം അവരെ ചിലപ്പം കഴുത്തിലെ മസിലായിരിക്കാം ചിലപ്പം ഓവർ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനൊരു കേസും ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതായത് കഴുത്തിൽ വേദനയായിട്ട് വന്ന് കഴുത്തിൽ നോക്കിയിട്ട് വേറൊരു പ്രശ്നം കണ്ടില്ല, ഷോൾഡർ നോക്കിയിട്ട് പ്രശ്നം കണ്ടില്ല, കഴുത്തിലെ മസിൽ ടൈറ്റായി ഇരുന്നിട്ടാണ് വേദന എടുക്കുന്നത്. പക്ഷേ ടൈറ്റായിരിക്കാൻ കാരണം കോർ മസിൽ, നമ്മുടെ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനൽ മൾട്ടിഫീഡർ മസിൽസൊക്കെ വീക്കായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്തപ്പോൾ അത് മാറി എന്ന് പറയും പോലെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ടോട്ടൽ ബോഡി നമ്മൾ എല്ലാ മസിലും സ്ട്രെങ്ത് വേണം. അപ്പോൾ അതനുസരിച്ചിരിക്കും. അതായത് നമ്മുടെ കോർ വീക്കാണെങ്കിൽ നമ്മുടെ എങ്ങോട്ട് വേണമെങ്കിലും പ്രശ്നം വരാം. കഴുത്തിന് വേണമെങ്കിലും പ്രശ്നം വരാം, മുട്ടിന് വേണമെങ്കിലും, കാലിന് പാദത്തിന് വേണമെങ്കിലും പ്രശ്നം വരാം. ഇപ്പോൾ നമ്മൾ കാലിൻ്റെ അടിയിൽ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ കോറിൻ്റെ വീക്ക്നെസ് കൊണ്ട് തന്നെ ഉണ്ടാവാം, കോറിൻ്റെയും ഹിപ്പിൻ്റെയും വീക്ക്നെസ് കൊണ്ട് തന്നെ ഉണ്ടാവാം. അത് ഇപ്പം നമ്മളിപ്പം നടക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുന്ന സ്റ്റെപ്പ് കയറുന്നതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മേളിലോട്ടുള്ള മസിൽ നല്ല വർക്ക് ചെയ്തില്ല എന്ന് വെച്ചോ, ഹിപ്പിലെയും കോറിലെയും മസിൽ. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോഴ്സ് എടുക്കാൻ എന്തോ ചെയ്യുന്ന കാല് വെച്ചിട്ടാണല്ലോ പുഷ് ചെയ്ത് പോകുന്നത്. അപ്പോൾ കാലിൽ ഈ നമ്മുടെ കാഫ് മസിലോ അല്ലെങ്കിൽ ഈ കാലിൻ്റെ അടിയിലത്തെ പ്ലാന്റാർ ഫേഷ്യയിലൊക്കെ കൂടുതൽ ലോഡ് പോയിട്ടാണ് അതിലോട്ടും വേദന വരുന്നത്. അപ്പോൾ ഈ കോർ മസിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഹിപ്പ് മസിൽ, ഈ ഹിപ്പിലെ ഈ ബട്ടക്സിലെ മസിലുണ്ട്, ഗ്ലൂട്ട് മസിൽ, ഹിപ്പിൻ്റെ ഫ്രണ്ടിലത്തെ ഫ്ലെക്സർ മസിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീക്കാണെങ്കിലും ഈ നടുവിനെ എഫക്റ്റ് ചെയ്യാം. അപ്പോൾ ആ നടുവിനെ എന്ന് പറഞ്ഞാൽ ലോവർ ബാക്കിൻ്റെ നമ്മുടെ ഡിസ്കിനെ വരെ എഫക്റ്റ് ചെയ്യാം. അതായത് ഈ ഈ കോർ മസിൽ വീക്കായിട്ട് ഇൻട്രാബ്ഡോമിനൽ പ്രഷർ ക്രിയേറ്റ് ആകുമ്പോഴത്തോണ്ട് കൂടുതൽ ലോഡ് ഡിസ്കിനായിരിക്കും പോണത്. ഡിസ്കിന് പോയിട്ട് ഗ്രാജുവലി ആ ഡിസ്കിന് കംപ്രഷൻ കൂടി വരും, ബൾജായി വരും. അത് ഞാൻ പറഞ്ഞ ഇരിക്കുന്ന പൊസിഷൻ എന്താ പറയുന്ന നാച്ചുറലി നമുക്കൊരു പറ്റിയ പൊസിഷൻ അല്ല. കാരണം സ്പൈൻ കുറച്ച് ഇങ്ങനെ വളഞ്ഞിട്ട് അപ്പർ ബോഡിയുടെ വെയിറ്റ് ഫുള്ള് ആ സ്പൈനിലോട്ടാണ് പോകുന്നതും, ആ വളഞ്ഞ സ്പൈനിലോട്ടാണ് പോകുന്നതും. പിന്നെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വളഞ്ഞ പൊസിഷനിൽ തന്നെ ഇരിക്കുന്നത്. ഈ സ്പൈനിൻ്റെ ആ ഒരു കർവി പൊസിഷൻ ഇരുന്നാലേ നമുക്ക് കറക്റ്റ് ലോഡ് ട്രാൻസ്ഫറായി പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്ക് അത് ഒരു കൂടുതൽ പ്രഷർ ഉണ്ടാക്കിയിട്ട് ഡിസ്ബൾജ് ഗ്രാജുവലി, അതൊക്കെ പക്ഷെ കുറേ നാളെടുക്കും അറിയാൻ. ആദ്യം കുറേ ആളൊന്നും അറിയത്തില്ല, പക്ഷെ കുറേ ആൾ കഴിയുമ്പോഴത്തേക്ക് അറിയാൻ തുടങ്ങും. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവസാനം ഡിസ്ബൾജായിരിക്കും. നമ്മുടെ കഴുത്തിൻ്റെ ലോഡോസിലെ ലംബാർ ലോഡോസിൽ ആ ഒരു വളവ് കർവേച്ചർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നമ്മുടെ സ്പൈനിൻ്റെ മൊബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതെല്ലാം റീസ്റ്റോർ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് പാടുവിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മുടെ ഇതണക്ക് അപ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ ചിലപ്പം കുറേ ആൾ ഒഴിവാക്കേണ്ടി വരും. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കാരണം ഇരിക്കാൻ പറ്റില്ല. ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഒന്നാമത് നോർമൽ ഇതിലെ കംപ്രഷൻ ഒരു പ്രഷർ കൂടുതലാണ്. അപ്പം ഡിസ്ക് ബൾജായിട്ടുള്ളവർക്കാണെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ആ ബൾജ് നമുക്ക് എന്തായാലും അത് ഒന്നുകൂടെ ബൾജാവത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ അവസ്ഥയിൽ നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കാനേ പറ്റത്തുള്ളൂ. ബെഡ് റെസ്റ്റ് നമുക്ക് അതിൻ്റെയോടൊപ്പം ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. ട്രാക്ഷൻ എന്ന് വെച്ചാൽ മറ്റേ കഴുത്തിൽ ഞാൻ പറഞ്ഞ കണക്ക് ഇങ്ങനെ നമ്മുടെ കഴുത്തിൽ നിന്ന് ഇങ്ങോട്ട് പുള്ളി ചെയ്യുന്ന കണക്ക് നമ്മുടെ നടുവിനൊരു ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഒന്നീ മാനുവലായിട്ട് നമ്മുടെ കാലിൽ പിടിച്ച് നമ്മളിപ്പം മാനുവലായിട്ട് വലിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പം വെറുതെ ഹാങ് ചെയ്യാന്ന് പറയാം. അതായത് മറ്റേ ഒരു ബാറോ എന്തെങ്കിലും നമ്മൾ മറ്റേ തൂങ്ങത്തില്ലേ, അങ്ങനെ തൂങ്ങി കിടന്നാൽ തന്നെയും നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കൊണ്ട് ഇതിന് വലിഞ്ഞിട്ട് ട്രാക്ഷൻ കാരണം അവിടെ ഒരു ട്രാക്ഷൻ കിട്ടിയിട്ട് അവിടെ റിലാക്സ്ഡ് ആകും, കുറച്ച് ആ ഒരു കംപ്രഷൻ കുറഞ്ഞ് കിട്ടും. സ്ഥിരമായിട്ട് ചെയ്ത് ആ കംപ്രഷനെ കുറച്ച് എന്നിട്ട് പിന്നെ റെസ്റ്റൊക്കെ എടുത്ത് ആ ഇൻഫ്ലമേഷനും കുറഞ്ഞ് കംപ്രഷനും ഒക്കെ കുറഞ്ഞ് നമുക്ക് പിന്നെ ഇതിനെ റീഹാബ് ചെയ്യാൻ നോക്കാൻ പറ്റും. ഇല്ലാതെ നമ്മൾ റീഹാബ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് നല്ല ബൾജാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ബൾജായിട്ടുള്ളെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇപ്പം മെഷീൻ ഉപയോഗിച്ചോ ഇതണക്ക് കൈ ഉപയോഗിച്ചോ ഹാങ് ചെയ്തിട്ടോ ഒക്കെ ട്രാക്ഷൻ കൊടുത്ത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പം ഫ്രണ്ടിലത്തെ കോർ മസിൽ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ് വീക്കായിരിക്കും. കാരണം ഈ ബാക്കിലത്തെ ഈ ഡിസ്കംപ്രഷനും ചിലപ്പോൾ വേറെയും ഇതണക്ക് നമ്മുടെ ബാക്ക് എക്സ്റ്റൻസർ മസിലോ നമ്മുടെ ഫ്രണ്ടിലെ ഒരു സോയാസ് അല്ല ഇലിയാക്കസ് എന്ന് പറഞ്ഞ മസിലിൻ്റെ ടൈറ്റ്നസ്സോ ഇതൊക്കെ കാരണമായിരിക്കും ചിലപ്പോൾ ഈ കോർ മസിൽ വീക്കായിരിക്കുന്നത്. ഈവൻ ചിലപ്പം നമ്മുടെ ഹാംസ്ട്രിങ് അല്ല നമ്മുടെ കാലിലെ മസിൽ തൈസിലെ മസിൽ ടൈറ്റായിരുന്നാൽ പോലും കോർ മസിലിൻ്റെ ഒരു ആക്ടിവേഷനെ അഫക്റ്റ് ചെയ്യാം. ഈ കോർ മസിൽ അല്ലെങ്കിൽ ഏത് മസിലാണോ വീക്ക്, ഫ്രണ്ടിലത്തെ ആണോ ചിലപ്പോൾ ബാക്കിലത്തെ മൾട്ടിഫിഡ് ആയിരിക്കാം വീക്ക്, ചിലപ്പോൾ ഈ ഒബ്ലീസ് എന്ന് പറഞ്ഞാൽ സൈഡിലത്തെ മസിൽസ് ആയിരിക്കാം, ഈ നമ്മുടെ വയറിൻ്റെ സൈഡിലുള്ള മസിൽ അതായിരിക്കാം വീക്ക്.
അപ്പോൾ അതിന് ചിലപ്പോൾ ഈ മസിൽസൊക്കെ ടൈറ്റും ആവാം, വേറെ മസിൽസ് വീക്കായ കാരണം. ഇപ്പം ഫ്രണ്ടത്തെ സൈഡിലത്തെ മസിൽ ഇപ്പോൾ ചിലപ്പോൾ ഒബ്ലീസൊക്കെ ടൈറ്റ് ആയിരിക്കുമായിരിക്കും, കോർ മസിൽ ഫ്രണ്ടത്തെ ബാക്കിലത്തെ വീക്കായിരിക്കുമായിരിക്കും. അതുപോലെ തിരിച്ചും സംഭവിക്കാം. അപ്പോൾ ഏതാണോ അത് കണ്ടെത്തിയിട്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യണം. അതിനെ ബാലൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ആ നടുവിലോട്ടുണ്ടാകുന്ന ആ പ്രഷറിനെ, ആ ഒരു കംപ്രഷനെ, അല്ലെങ്കിൽ ഒരു അണീവൻ ഫോഴ്സിനെ നമുക്ക് കറക്റ്റായിട്ട് സ്പൈനിൽ കൂടെ, നമ്മുടെ സ്പൈനിൽ കൂടെ ഹിപ്പിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ പറ്റും, നമ്മുടെ അപ്പർ ബോഡി വെയ്റ്റും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഫർദർ ഈ ഡിസ്കിൻ്റെ ബൾജിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ഇപ്പോൾ ഡിസ്ക് ബൾജ് ചെയ്ത് മറ്റേ നെർവ് റൂട്ടിൽ തട്ടുമ്പോഴാണ് ഈ കാലിലോട്ട് ഉള്ള മറ്റേ റേഡിയേറ്റിംഗ് പെയിനും, കാല് താഴെ വരെ തരിപ്പും റേഡിയേറ്റിംഗ് പെയിനൊക്കെ വരുന്നത്. അത് നേരത്തെ നമ്മൾ കഴുത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നടുവിലും അതുപോലെ തന്നെയാണ്. അവിടെ നിന്ന് വരുന്ന നെർവ്സാണ് ഹിപ്പിലോ കാലിലോട്ടും ഒക്കെ മസിലിനും നമ്മുടെ ബാക്കി സെൻസേഷൻ, ഈ സെൻസറി റിസപ്റ്റേഴ്സിന് പോകുന്ന നെർവ്സൊക്കെ പോകുന്നത് അതിൽ നിന്നാണ്. അപ്പം അങ്ങോട്ടുള്ള പെയിൻ, ഈ ഡിസ്ക് ബൾജ് ഉണ്ടെങ്കിൽ, നെർവിൽ തട്ടുന്നുണ്ടെങ്കിൽ അത് കാരണം റേഡിയേറ്റ് ചെയ്ത് വരുന്ന പെയിന് ആവാനാണ് ചാൻസ്.